തുർക്കിയിൽ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷി ഓഫീസ് തുറക്കുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അപ്പോയിൻറ്റ്സ് റെപ്രസെൻറ്റേറ്റീവ് ടു ടർക്കി. ഒരു പ്രതിനിധിയെ തുർക്കിയിലേക്ക് നിയമിക്കുന്നു. അത് ടു ബൂസ്റ്റ് ബയലാറ്ററൽ റിലേഷൻസ്, ഉഭയകക്ഷി ബന്ധം. തുർക്കിയും കോൺഗ്രസുമായിട്ടുള്ള. സത്യത്തിൽ രണ്ട് രാജ്യങ്ങൾ തമ്മിലല്ലേ ഉഭയകക്ഷി ബന്ധം എന്ന് പറയുക. ഇത് തുർക്കി, കാരണം തുർക്കി നമ്മുടെ ശത്രുവായല്ലോ, അപ്പൊ കോൺഗ്രസിന് ഉഭയകക്ഷി ബന്ധുവായല്ലോ. ഇന്ത്യയുടെ ശത്രുക്കളെയാണല്ലോ അവർക്ക് വേണ്ടത്, കോൺഗ്രസ് രാഹുൽ ഗാന്ധിക്ക് വേണ്ടത്. അങ്ങനെ ചതിയനാണ്, ചതിക്കുന്ന പാർട്ടിയാണ്, ഒറ്റുകാരൻ. അപ്പോൾ റിയാസുൽ ഖാലിഖ് എന്ന് പറഞ്ഞ ലേഖനാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 4-5 വരിയേ ഉള്ളൂ. ഇങ്ങനെ ചെയ്തു. അക്കോർഡിംഗ് ടു എ സ്റ്റേറ്റ്മെന്റ് ബൈ ദ പാർട്ടി, ഓവർസീസ് ഓഫീസ് തുറന്നു തുർക്കിയിൽ, അങ്കാറയിൽ. നമ്മുടെ സാംപിട്രോടെയാണല്ലോ ഓവർസീസ് കോൺഗ്രസിന്റെ അധ്യക്ഷൻ. സാംപിത്രോദ മറ്റേ സോറോസിന്റെയും ആളാണ്. അപ്പോൾ പാർട്ടിയുടെ പ്രസ്താവന ഇറങ്ങിയിരിക്കുന്നു എന്ന് വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസിന്റെ പ്രസ്താവനയാണ് അവർ ഉദ്ധരിക്കുന്നത്. ഇങ്ങനെ അങ്കാറയിൽ ഓഫീസ് തുറന്നു. അങ്കാറയിലാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് കോൺഗ്രസിന്റെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ പ്രസ്താവനയിൽ പറയുന്നത്, ഇസ്താൻബുൾ ഓഫീസ് കോൺഗ്രസിന്റെ മുഹമ്മദ് യൂസഫ് ഖാനെ, പാർട്ടി അംഗമായ മുഹമ്മദ് യൂസഫ് ഖാനെ തുർക്കിയിലെ പ്രതിനിധിയായിട്ട് നിയോഗിച്ചു. മുഹമ്മദ് യൂസഫ് ഖാൻ എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നേതാവായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ തുർക്കിയിൽ തന്നെയുള്ള ഏതോ ഒരു കഥാപാത്രമായിരിക്കണം മുഹമ്മദ് യൂസഫ് ഖാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.